നമ്മളിപ്പോൾ ശബരിമല വ്രത നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. ക്ഷേത്രോത്സവത്തിനായി ഇതര മതസ്ഥരായ 8 വീട്ടുകാർ ചുറ്റുമുതൽ പൊളിച്ചു നൽകി മലപ്പുറം തിരൂർ വളവന്നൂർ ക്ഷേത്രോത്സവത്തിനായി കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന കൊടിമരത്തിന് വഴിയൊരുക്കാനാണ് മതിലുകൾ പൊളിച്ചു മാറ്റി. ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായി കർണാടകയിൽ നിന്നുമാണ് ഈ ഒരു കൊടിമരം കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഈ ഒരു കുറുക്കോൾ കുന്ന് ഭാഗത്തു നിന്നും ഈ ഒരു അമ്പല പരിസരത്തേക്ക് അത് എത്തിക്കുന്നതിൽ വലിയ പ്രയാസം അവർ നേരിടുന്നു. ലോറി പോലെയുള്ള വലിയ വാഹനങ്ങൾ കടന്നു വരാത്ത മേഖലയിൽ ഇവിടെ ഉണ്ടായിരുന്ന 8ഓളം വീടുകളുടെ ചുറ്റുമതിലും ആ വീട്ടുടമസ്ഥരുടെ സ്ഥലം ഉൾപ്പെടെ വിട്ടുകൊടുത്തുകൊണ്ടാണ് ആ ഒരു പാത അവർ നിർമ്മിച്ചത്. 10 വീലുള്ള വണ്ടിയാണ്, വലിയ ലോറിയാണ്. അത് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുണ്ട്, അവരോട് വീടിന്റെ മതിലൊക്കെ പൊട്ടിക്കേറ്റാ ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും പൊട്ടിച്ചോളൂ, ഒരു നല്ല ക്ഷേത്രത്തിന്റെ നല്ലൊരു കാര്യത്തിനല്ലേ, അതുകൊണ്ട് അത് ഒരു കുഴപ്പമില്ല, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരാക്കി തന്നാൽ മതി പറഞ്ഞു. മതിലെന്നല്ല, പ്ലാവ് ഉണ്ടായിരുന്നു, മറ്റു മരങ്ങളൊക്കെ വെട്ടിമാറ്റി. ഒരു മതാചാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഉത്സവം ഒരു നാട്ടുകാർ മുഴുവനായിട്ട് അവരുടെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു കാഴ്ച. മുമ്പ് ഒരു ഇഫ്താർ ഇരുന്ന് അമ്പലത്തിന്റെ കീഴിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ നബിദിനത്തിന്റെ റാലി വരുമ്പോൾ അമ്പല കമ്മിറ്റി നമ്മൾ അവർക്കും വേണ്ടി സ്വീകരണങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു സ്ഥലമാണ്. എൻ്റെ പേര് അബ്ദുറഹീം. ഇത്രയേറെ പരിമിതികൾക്കിടയിലൂടെ ഈ കൊടിമരം ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാരുടെ സൗഹൃദമാണ് അതിലൂടെ കാണിക്കുന്നത്. ഒരു നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് എനിക്ക് അത്ഭുതമായി തോന്നുന്നില്ല. സ്വാഭാവികം ഞങ്ങൾ കാലങ്ങളോളമായി ഇവിടെ ഇത്തരം കാര്യങ്ങൾ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും വളരെ സന്തോഷമുണ്ട്.